ഹൈദരാബാദ് ചാർമിനാർ സമീപമുണ്ടായ തീപിടുത്തത്തിൽ 17 പേർ മരിച്ചു, 10 പേർക്ക് പൊള്ളലേറ്റു. ഗുൽസാർ ഹൗസിൽ രാവിലെ 6 മണിക്കാണ് തീ പടർന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംഭവസ്ഥലത്ത് എത്തി. കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്താണ് സംഭവിച്ചത്? സജിത്ത്, അത്യന്തം ദാരുണമായ സംഭവമാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നത്. ഹൈദരാബാദ് ചാർമിനാറിനടുത്തുള്ള ഗുൽസാർ ഹൗസിലാണ് ഒരു ബഹുനില കെട്ടിടമായിരുന്നു. ആ ബഹുനില കെട്ടിടത്തിൽ നിരവധി ആളുകളൊക്കെ താമസിച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു കെട്ടിടമായിരുന്നു. അതിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി വലിയ തോതിലേക്ക് തീ പടർന്നത്. തീ പടർന്ന് അവിടേക്ക് അഗ്നിശമന സേന സംവിധാനങ്ങളൊക്കെ എത്തിക്കുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായത്. തിരക്കിട്ട തെരുവായിരുന്നു അത്. അവിടേക്ക് എത്തി തീയൊക്കെ അണയ്ക്കുമ്പോഴേക്കും ആദ്യഘട്ടത്തിൽ 8 പേരുടെ മരണവാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അതീവ ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മരണം 17 ആയിരിക്കുന്നു എന്നുള്ള അത്യന്തം ദാരുണമായ വാർത്തയാണ്. 10 പേരിലധികം ഇപ്പോൾ ആശുപത്രിയിൽ പൊള്ളലേറ്റ് കഴിയുന്നുണ്ട്. അതിൽ ചിലരുടെ നില കൂടി ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഗ്യാസിൽ നിന്ന്, പാചകവാതകത്തിൽ നിന്ന് പടർന്നതാണോ അതോ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ തിരിച്ചറിയൂ. എന്തായാലും തീ പടർന്ന് ആ തീ വളരെയേറെ സ്ഥലത്ത് പിടിച്ച ശേഷമാണ് പുറമേക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഒരുപാട് ആളുകൾ താമസിക്കുകയും തീ പിടിക്കാൻ പെട്ടെന്ന് ആളിപ്പറ്റാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കടകളും ആൾക്കാരുടെ താമസസ്ഥലങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു കെട്ടിടമായിരുന്നു. പഴയ കെട്ടിടമായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്തായാലും ആളുകൾ അത് കണ്ട് അവിടേക്ക് ഫയർഫോഴ്സ് അടക്കം എത്തുന്നതിന്, ആ സ്ഥലത്തേക്ക് എത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുന്നതിന് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുമായിരുന്നില്ല. സംവിധാനങ്ങൾ അവിടെ എത്തിയെങ്കിലും വെള്ളം ചീറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ അടുത്തേക്ക് എത്തിക്കുന്നതിലൊക്കെ ആദ്യഘട്ടത്തിൽ പ്രയാസമുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളെ ഉദ്ധരിച്ച് വിവിധ വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ, ഇപ്പോൾ എന്തായാലും അത്തരമൊരു അന്വേഷണം ആരംഭിച്ചിട്ടില്ല. എത്രയും വേഗം ഈ തീ പടർന്ന ഉള്ളിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. തീ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ അണച്ചു കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും മൃതദേഹമോ അല്ലെങ്കിൽ ആരെങ്കിലും പൊള്ളലേറ്റ അവസ്ഥയിലോ ഈ കെട്ടിടത്തിനുള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അത്തരം പരിശോധനകളൊക്കെ ഒരു ഘട്ട പരിശോധന പൂർത്തിയായി. വീണ്ടും ഒരു ഘട്ടത്തിൽ കൂടി അത്തരം ഒരു പരിശോധന നടത്തുകയാണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്തായാലും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുകയും ആശുപത്രി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള സർക്കാർ നിലപാടും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. 17 പേരാണ് മരണപ്പെട്ടത്. 10 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കിരൺ, അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഈ മരണസംഖ്യ ഏറാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, ഈ മരണസംഖ്യയെ സംബന്ധിച്ച് 17 എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യം 8 പേർ മരിച്ചു എന്നുള്ളതായിരുന്നു. 8 പേർ മരണമടഞ്ഞതിൻ്റെ ഇത് ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കെട്ടിടം എന്ന് പറയുന്നത് ഒരു വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുകയും ഒരുപാട് കടകളും എല്ലാം കൂടെ ചേർന്നൊരു കെട്ടിടമാണ്. അതിനിടയിലേക്കൊക്കെ വളരെ ചെറിയ വഴികളുമൊക്കെയാണ് ഈ സ്ഥലത്തുള്ളത്. അത്തരം ഒരു സ്ഥലത്തേക്ക് അകത്ത് ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് 8 പേരുടെയാണ്. ചിലരൊക്കെ പൊള്ളലേറ്റ് അവിടെ നിന്ന് കെട്ടിടത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ചാടിയവരും അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മറ്റാളുകളെ കണ്ട് രക്ഷപ്പെടുത്തിയവരും ഒക്കെ ആയിരുന്നു 8 പേർ വന്നത്. പിന്നീട് ഈ പൂർണ്ണമായും ഉള്ളിൽ കുടുങ്ങി പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 6 മണിയോടെയാണ് തീ പടരുന്നത് മറ്റാളുകളെ കണ്ടത്. പക്ഷേ അതിനു മുമ്പ് തന്നെ എന്തായാലും തീ പടർന്നിരുന്നു. തീ പടർന്ന ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വേഗത്തിൽ രക്ഷപ്പെടാനുള്ള സ്ഥലങ്ങൾ കുറവായിരുന്നു. വഴികളും ഒക്കെ ചെറുതായിരുന്നു എന്നാണ് പ്രദേശവാസികളെ ഉദ്ധരിച്ച് വിവിധ വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുങ്ങിയ ഗലികളൊക്കെ ആയിരിക്കും. ആ ഗലികളിലൊക്കെ ചിലപ്പോൾ ചെറിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി പോകാനൊക്കെ ചെറിയ ഗോവേണികളും ഒക്കെ ആവും. ആ സ്ഥലത്തേക്കാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായും രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അവർക്ക് എവിടെയോട്ടെങ്കിലും ചാടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അകത്ത് കുടുങ്ങിക്കിടന്ന ആളുകളുടെ കൂടി ഇപ്പോൾ ഒരു ഘട്ട പരിശോധന പൂർണ്ണമായും പൂർത്തിയാക്കി. ആ ഘട്ട പരിശോധന പൂർത്തിയാക്കുമ്പോഴാണ് 17 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പലരുടെയും മൃതദേഹം ഇതിനുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ കൂടി ഇനിയും പരിശോധന നടത്തുന്നുണ്ട്. ആരുടെയെങ്കിലും മൃതദേഹങ്ങൾ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ, ആരെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും നടത്തുകയാണ്. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. അത് ഷോർട്ട് സർക്യൂട്ട് ആവാം കാരണം എന്നതും ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ പുലർച്ചെ ആരെങ്കിലും പാചകവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ലീക്ക് ചെയ്താവാം അത്തരമൊരു തീപിടുത്തത്തിന് കാരണമായതെന്ന വിലയിരുത്തൽ
വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവൂ. ഈ ഒരു തീപിടുത്തമുണ്ടായി ഇത്ര വലിയ അപകടമുണ്ടാവാനുള്ളൊരു കാരണം ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയും കെട്ടിടത്തിന്റെ പ്രത്യേകതയും ആണെന്നാണ് പ്രാഥമികമായി ആ പ്രദേശത്തൊക്കെയുള്ള ആളുകളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. കാരണം കെട്ടിടം വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് ഈ കെട്ടിടം നിന്നത്. അവിടേക്ക് പെട്ടെന്ന് തന്നെ കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള റോഡുകളോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പഴയ കെട്ടിടമായിരുന്നു ഇത്. ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഗോവേണിക്കോ അല്ലെങ്കിൽ വാതിലിനോ ഒന്നും വേണ്ട രീതിയിലുള്ള ഈ പുതിയ രീതിയിൽ നിർമ്മിക്കുന്നത് പോലെയുള്ള ആധുനിക ഈ ഫയർ എസ്കേപ്പോ അത്തരമുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത്തരമൊരു കെട്ടിടത്തിലാണ് തീ പിടിച്ചത്. കുറേ പേർ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അങ്ങനെയാണ് കുറേ പേരുടെ മരണമുണ്ടായത് എന്ന് വിലയിരുത്തുന്നു. 10ഓളം പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിലുള്ളത്. ഈ തീ പടരുന്നത് യഥാസമയം തീ പടരുന്നത് കണ്ടെത്താൻ കഴിയാതെ പോയതും തീ പടർന്ന സ്ഥലം കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട സ്ഥലത്തൊക്കെ തീ പടർന്നതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതൊക്കെയാണ് ഈ അപകടത്തിൽ മരണത്തിന്റെ സംഖ്യ കൂടാൻ കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു വിലയിരുത്തലുള്ളത്. ഇനി അത്തരമൊരു അന്വേഷണം ഉണ്ടാവും. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ നേരിട്ട് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം തന്നെ നേരിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതികരണമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇനി എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ മാത്രം പുറത്തു വരേണ്ട വിവരങ്ങളാണ്. ചാർമിനാറിന് സമീപം തീപിടുത്തം, 17 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ സ്ഥലത്തെത്തി അവിടെ സുരക്ഷാ സാഹചര്യങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു.